വിപിൻ ദാസ് തിരക്കഥ എഴുതി ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് വാഴ. സിനിമ റിലീസ് ചെയ്ത് 6 ദിവസം പിന്നിടുമ്പോൾ തന്നെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് ഇപ്പോൾ സിനിമയുടെ സെക്കൻഡ് പാർട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ സെക്കൻഡ് പാർട്ടിൽ ആഷറും ടീമുമാണ് പ്രധാന വേഷത്തിലെത്താൻ പോകുന്നത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത് ബോക്സ് ഓഫീസിൽ നിന്നും 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ വിജയ് സേതുപതി നായകനായി വന്ന് വിജയ് സേതുപതിയുടെ കരിയറിലെ 50ാമത്തെ സിനിമയാണ് മഹാരാജ. സിനിമ ഇപ്പോൾ ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഇന്ത്യൻ സിനിമ 2024 മഹാരാജ എന്ന സിനിമയാണ്. വിജയ് നായകനായി വന്ന് ഈ വരുന്ന സെപ്റ്റംബർ 5 തിയേറ്ററിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് ദ ഗോട്ട്. വെങ്കട് പ്രഭുവാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ സെൻസറിംഗ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് UBARA സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാത്തിരിക്കാം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വിജയുടെ സിനിമയുടെ റിലീസിന് വേണ്ടി. ഇവിടെ മലയാളം ഇൻഡസ്ട്രിയിലെ വമ്പൻ ബഡ്ജറ്റിൽ എത്താൻ പോകുന്ന ടൊവിനോ തോമസ് നായകനായി വരുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. സിനിമ ഈ വരുന്ന സെപ്റ്റംബർ 12 തിയേറ്ററിൽ എത്താൻ പോകുന്നത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ലിസ്റ്റൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. ജിതിൻ ലാലാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ടൊവിനോ തോമസിനെ കൂടാതെ ഐശ്വര്യ രാജേഷ്, കീർത്തി ഷെട്ടി എന്നിവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ബേസിൽ ജോസഫ് ഈ ഒരു സിനിമയിൽ പ്രധാന വില്ലനായി എത്തുന്നുണ്ടെന്ന് റൂമർ അപ്ഡേറ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം. സീതാരാമം എന്ന സിനിമയ്ക്ക് ശേഷം അടുത്തതായിട്ട് ദുൽഖർ സൽമാന്റെ തെലുങ്ക് റിലീസാണ് ലക്കി ഭാസ്കർ. ഈ ഒരു സിനിമ സെപ്റ്റംബർ 7 റിലീസ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ സിനിമയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 31 ദീപാവലി സ്പെഷ്യലായിട്ടാണ് സിനിമ തിയേറ്ററിൽ എത്താൻ പോകുന്നതെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന റൂമർ അപ്ഡേറ്റുകൾ ശരിയാണെങ്കിൽ സുരേഷ് ഗോപിയെ നായകനാക്കി ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. സിനിമയുടെ പുതിയ ഷൂട്ടിംഗ് തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 6 ആണ്. അപ്പോൾ കാത്തിരിക്കാം സുരേഷ് ഗോപി നായകനായി വരുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി.